ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഐഡൻറ്റിറ്റി ബിൽഡേഴ്സിൻ്റെ ഐഡൻറ്റിറ്റി ട്വിൻ ടവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റിൻ്റെ വ്ളോഗാണ് ചെയ്തത്. കൊച്ചിയിലെ ഏറ്റവും എക്സ്പെൻസീവും ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ളൊരു അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റാണിത്. നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടനൊക്കെ താമസിക്കുന്നത് ഈ ഒരു പ്രോജക്റ്റിലാണ്. അദ്ദേഹം ഇതിലൊരു ഡ്യൂപ്ലെക്സ് എടുത്തിട്ടാണ് താമസിക്കുന്നത്. ഏകദേശം ഒരു 10,000 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു അപ്പാർട്ട്മെൻറ്റിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് HNI കസ്റ്റമേഴ്സ് താമസിക്കുന്ന ഒരു പ്രോജക്റ്റാണിത്. അപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്ളോഗ് കഴിഞ്ഞ വീക്കിൽ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ വേണു സാറും വിൻസെൻറ്റ് സാറൊക്കെ ആ പ്രോജക്റ്റിനെ കുറിച്ചും അതിൻ്റെ ടെക്നിക്കൽ ഫീച്ചേഴ്സൊക്കെ ഒത്തിരി നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മളൊരു പ്രോജക്റ്റിലുപരി ശരിക്കും പറഞ്ഞൊരു 5 സ്റ്റാർ ഹോട്ടൽ പോലെ തന്നെയാണ് അവർ ആ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലോബി തൊട്ട് എല്ലാം അത്രയും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റാണിത്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കണമെന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു ബ്ലോഗ് ഇട്ടപ്പം വന്ന കുറേ കമൻസ് എന്ന് പറഞ്ഞാൽ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒന്ന് വാക്ക് ത്രൂ കാണിക്കുകയാണെങ്കിൽ നല്ലതാണെന്നുള്ളൊരു കമൻസ് വന്നിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നതെന്ന് പറയുന്നത്, ഇതിൽ നമുക്കൊരു മോക്ക് അപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. നല്ല രീതിയിൽ ഫേർണിഷ് ചെയ്ത് ഭയങ്കര ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റാണ് ഈ മോക്ക് അപ്പാർട്ട്മെൻറ്റ്. അത് നമുക്കതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 7.50 CR ആണ്. അത് നമുക്ക് അവൈലബിൾ ഫോർ സെയിലാണ്. അതിപ്പം ചില കസ്റ്റമേഴ്സിന് ഈ പറഞ്ഞ പോലെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് വന്ന് താമസിക്കുന്ന രീതിയിലാണ് ഈ മോക്ക് അപ്പാർട്ട്മെൻറ്റ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വാക്ക് ത്രൂ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ അപ്പാർട്ട്മെൻറ്റ്സും നമുക്ക് 4 BHK ആണ്. 4 BHK അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു വാക്ക് ത്രൂയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വ്ളോഗ് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ചെറിയ രീതിയിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൻ്റെ ലൊക്കേഷനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കുണ്ടന്നൂർ ജംഗ്ഷനിൽ ഹൈവേ ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. ഏകദേശം 40 lakhs പ്ലസ് ലാൻഡ് കോസ്റ്റ് വരുന്ന ഒരു ലൊക്കേഷനിലാണ് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് ഇരിക്കുന്നത്. 80 സെൻറ്റിൽ 30 അപ്പാർട്ട്മെൻറ്റ്സ് ആണ് വരുന്നത്. ഒരു ടവറിൽ 15 അപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ 2 ടവേഴ്സാണ് വരുന്നത്. ഒത്തിരി HNI കസ്റ്റമേഴ്സ് താമസിക്കുന്ന ഒരു പ്രോജക്റ്റാണിത്. നമ്മൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ എല്ലാം ഏകദേശം ഒരു 4,775 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഡ്യൂപ്ലൈ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് 1-2 അപ്പാർട്ട്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് കമ്പൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വളരെ കുറച്ച് യൂണിറ്റ്സ് മാത്രമാണ് നമുക്കിതിൽ അവൈലബിലിറ്റി വരുന്നത്. നോർമൽ അപ്പാർട്ട്മെൻറ്റ്സ് ഏകദേശം ഒരു 5 CR തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം അത്രയും പ്രീമിയം ആയിട്ടാണ് അവർ ആ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങളിവിടെ വന്ന് കണ്ടാൽ തന്നെയാണ് ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് പറ്റുന്നവരതൊന്ന് കണ്ടാൽ നല്ലതായിരിക്കും. കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള പ്രോജക്ട്സ് നമ്മുടെ സിറ്റിയിൽ ഇനിയും വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ഇങ്ങനത്തെ പ്രോജക്ട്സൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ദുബായിലും അല്ലെങ്കിൽ പുറത്തുള്ള സ്ഥലങ്ങളിലുമൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ അത്രയും ക്വാളിറ്റിയിലുള്ള പ്രോജക്ട്സൊക്കെ നമ്മുടെ സിറ്റി ആയിട്ടുള്ള കൊച്ചിയിലും വരാമെന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇനി നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് എടുക്കുന്ന ഒരാൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് 2 കാർ പാർക്കിംഗ് വരുന്നുണ്ട്. പിന്നെ ഒരാൾക്ക് ഏകദേശം 2.55 സെൻസ് UDS വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു 40 lakhs പ്ലസ് നമുക്ക് ലാൻഡ് വാല്യൂ വരുന്നൊരു ലൊക്കേഷൻ. ശരിക്കും പറഞ്ഞൊരു കൊമേഴ്ഷ്യൽ ലാൻഡാണ്. അതിലാണ് അവർ അത്ര മനോഹരമായിട്ടുള്ള ആ ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ നൈബേഴ്സ് എന്ന് പറയുന്നത് തൊട്ടടുത്ത് വരുന്നത് ക്രൗൺ പ്ലാസയാണ്, നേരെ മുമ്പിൽ വരുന്നത് ലെമറിഡിയൻ ആണ്. അപ്പം അത്രയും കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഒരു ലൊക്കേഷനിലാണ് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഇപ്പം അപ്പാർട്ട്മെൻറ്റ് ഇൻസൈഡൊക്കെ വരാണെങ്കിൽ നമുക്ക് ആ ഒരു ഹൈവേയുടേതായിട്ടുള്ള യാതൊരു ഡിസ്റ്റർബൻസും വരുന്നില്ല. അത്രയും നല്ല രീതിയിലാണ് ആ പ്രോജക്റ്റ് അവർ തീർത്തിരിക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിലത്തെ അമ്യൂണിറ്റീസ് ആണ്. ഒരു ലക്ഷറി അല്ലെങ്കിൽ ഒരു അൾട്രാ ലക്ഷറി ക്രൗഡിന് ആവശ്യമായിട്ടുള്ള എല്ലാ അമ്യൂണിറ്റീസും ഈ ഒരു പ്രോജക്റ്റിൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെനിക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണാത്തൊരു അമ്യൂണിറ്റി എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 19 ഓഫീസ് സ്പേസ് വരുന്നുണ്ട്. കാരണം ഇവിടെ താമസിക്കുന്ന ആ ഒരു ക്രൗഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അത്രയും
Chennai കസ്റ്റമേഴ്സാണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ആ ഒരു ഓഫീസ് സ്പേസ് യൂസ് ചെയ്യാം. അപ്പം ഒരു 350 സ്ക്വയർ ഫീറ്റ് തൊട്ട് 450 സ്ക്വയർ ഫീറ്റ് വരെ വരുന്ന ഓഫീസ് സ്പേസ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വേറെ പ്രോജക്ട്സിലൊന്നും ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല അങ്ങനെ ഓഫീസ് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ അവർക്കത് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അവരുടെ ഓഫീസായിട്ട് തന്നെ അവർക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 ഗസ്റ്റ് റൂം വരുന്നുണ്ട്, പിന്നെ ഒരു ബിസിനസ് കം കോൺഫറൻസ് റൂം വരുന്നുണ്ട്. പിന്നെ അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഏറ്റവും ടോപ്പ് ഫ്ലോറൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് സിറ്റി ഫുള്ള് കാണാം. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. ഒരു സൈഡിൽ നമുക്ക് വാട്ടർ വ്യൂ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും മുകളിലാണെങ്കിൽ നമുക്ക് ആ ഒരു പാർട്ടി ഏരിയ, അത് ഓപ്പൺ പാർട്ടി ഏരിയ, ക്ലോസ്ഡ് പാർട്ടി ഏരിയ വരുന്നുണ്ട്, ജിമ്മ് വരുന്നുണ്ട്, ഇൻഫിനിറ്റി പൂള് വരുന്നുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു അൾട്രാ ലക്ഷറി ക്രൗഡിന് ആവശ്യമായിട്ടുള്ള എല്ലാ അമ്യൂണിറ്റീസും കൊടുത്തിട്ടുള്ളൊരു പ്രോജക്റ്റാണ് നമ്മുടെ ഈ ഐഡൻറ്റിറ്റി ട്വിൻ ടവർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു മാർക്കറ്റിംഗ് കാര്യങ്ങൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റാമെന്ന് പറയുന്നത് ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവിടെ ആളുകളൊക്കെ താമസം തുടങ്ങി, പലരും ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ലീഗലി എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുള്ള ഓക്യുപ്പൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പം ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങളൊരു പ്രോജക്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഐഡൻറ്റിറ്റി ട്വിൻ ടവർ. കാരണം വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്, ഒത്തിരി വലിയ കമ്മ്യൂണിറ്റി അല്ല, ഉള്ളവർ വളരെ ക്രീമായിട്ടുള്ള ക്രൗഡാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മോക്ക് അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വാക്ക് ത്രൂ ആണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വാക്ക് ത്രൂയിലേക്ക് പോകാം. ഈ പ്രോജക്റ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആക്സസ് കൺട്രോൾഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ലിഫ്റ്റാണ്. അപ്പോൾ ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ വരുമ്പോൾ ഇവിടെ നമുക്കൊരു എൻട്രൻസ് ലോബി കൊടുത്തിട്ടുണ്ട്. ഇതാണ് മെയിൻ ഡോറ്. മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു എൻട്രൻസ് ഫോയർ വരുന്നുണ്ട്. അവിടെ നമുക്കൊരു ബെഡ്റൂം വരുന്നുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ്. ലിവിങ്, ഡൈനിങ്, അതുപോലെ ഫോമൽ ലിവിങ് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, എനിക്ക് തോന്നുന്നു അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഭയങ്കര ലെങ്തി ആയിട്ടാണ് ആ ഒരു ഏരിയ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മോക്ക് അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്ന ഒരാൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് വന്ന് താമസിക്കുക എന്നുള്ളൊരു പ്രൊവിഷനേ ഉള്ളൂ. കാരണം അത്രയും ഭംഗിയായിട്ട് അത്രയും ക്വാളിറ്റിയിലാണ് ആ മോക്ക് അപ്പാർട്ട്മെൻറ്റ് അവർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു ഭാഗം, അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗം എന്ന് പറയുന്നത് ഈ ബാൽക്കണിയാണ്. അത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് വരുന്നത്. അതിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത്. മോക്ക് അപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു ബാൽക്കണിയുടെ വ്യൂ ആണ്. നേരെ കാണുന്നത് Le Méridien ഹോട്ടലാണ്. പിന്നെ ഇതാണ് അതിൻ്റെ ഒരു വ്യൂ. ആ സിറ്റിയുടെ ഒരു വ്യൂ ഭയങ്കര രസമാണ്. ഇപ്പോൾ എസ്പെഷ്യലി ഈവനിങ് വ്യൂ ഭയങ്കര രസമാണ്. ഇനി ഈ കാണുന്നതെന്ന് പറയുന്നത് നമുക്ക് ഡ്രൈ കിച്ചൺ ആണ്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ അധികം മെൻഷൻ ചെയ്യുന്നില്ല. കാരണം അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വേണു സാറും വിൻസെൻ്റ് സാറും കഴിഞ്ഞ വ്ളോഗിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു വ്ളോഗിൽ മെൻഷൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ആ ഒരു മൊത്തത്തിൽ അതിൻ്റെ ഒരു വ്യൂ കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വ്ളോഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ കാണുന്നതെന്ന് പറയുന്നത് വെറ്റ് കിച്ചൺ ആണ്. കിച്ചൺ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്പേഷ്യസ് ആട്ടോ. കാരണം മിക്ക ആൾക്കാർക്കും കിച്ചൺ വളരെ സ്പേഷ്യസ് ആയിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇത് ശരിക്കും യൂട്ടിലിറ്റി ഏരിയ ആണ്. അപ്പം ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം. ഇതിപ്പോൾ മോക്ക് അപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്മൾ ഒരു സെർവൻറ്റ് ക്വാർട്ടേഴ്സ് കം ടോയ്ലറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഡോർ എന്ന് പറയുന്നത് നമുക്ക് ലിഫ്റ്റിൽ നിന്ന് ഇപ്പം സെർവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മെയിൻ ഡോറ് കൂടി വരാതെ ഈ ഒരു ഡോറ് കയറി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതൊരു റൂം സെർവൻറ്റ് ടോയ്ലറ്റ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു യൂട്ടിലിറ്റി ഏരിയ ഇവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ വേറെ പല ആൾക്കാരും കിച്ചണൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കയറി വന്നപ്പോൾ കണ്ട ആ ഒരു എൻട്രൻസ് ഫോയർ ആണ്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിലൊരു ബെഡ്റൂം വരുന്നുണ്ടെന്ന്. അപ്പോൾ ആ ബെഡ്റൂമാണ് ഈ കാണുന്നത്. സോ ഇതാണ് ആ ഒരു ബെഡ്റൂമിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. അപ്പം നമുക്കിത് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞിരുന്നു ഇത് ഫുള്ളി ഫേർണിഷ്ഡ് ആണ്. ഓട്ടോമേഷൻ ഫുള്ള് ചെയ്തിട്ടുണ്ട്, ഫോൾ സീലിംഗ് ഫുള്ള് ചെയ്തിട്ടുണ്ട്, ലൈറ്റ്സ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ എയർ കണ്ടീഷൻ എല്ലാം വരുന്നുണ്ട്, സെൻട്രലൈസ്ഡ് AC ആണ് വരുന്നത്. ആൻഡ് ദ ക്വാളിറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും. ഞാനതിങ്ങനെ ഓരോരോ കാര്യങ്ങൾ എടുത്ത് പറയേണ്ട കാര്യമില്ല. പിന്നെ ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് അത് അമേസിങ് വ്യൂ ആണ്. എസ്പെഷ്യലി എല്ലാ ബെഡ്റൂംസിൽ നിന്നുള്ള വ്യൂ ആണെങ്കിലും ബാൽക്കണീസിൽ നിന്നുള്ള വ്യൂ ആണെങ്കിലും ഭയങ്കര കിടിലനാണ്. നമ്മൾ ഈ വ്ളോഗ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി വന്നത് മോക്ക് അപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ എഗെയിൻ ഒരു വാക്ക് ത്രൂ വേഗം ചെയ്യാനായിട്ടുണ്ടായ ഒരു സാഹചര്യം. അപ്പോൾ ഇത് അതിൻ്റെ ടോയ്ലറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പല ബ്രാൻഡുകളും സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പം അത്രയും ക്വാളിറ്റിയുള്ള ബ്രാൻഡുകളാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മാർബിളിൻ്റെ ഒരുപാട് ഉപയോഗം നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ വരുന്നുണ്ട്. ഇതൊരു
പൗഡർ റൂമാണ്, അല്ലെങ്കിൽ ഒരു കോമൺ ടോയ്ലറ്റ് എന്ന് പറയും. ആ ഒരു ടോയ്ലറ്റ് പോലും ചെയ്തിരിക്കുന്നത് ആ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലാണ്. അതായത് നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെയൊക്കെ ആ ഒരു ടോയ്ലറ്റിൽ കയറുന്ന പോലെയാണ് നമ്മൾ ഇതിൻ്റെ ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ അവർ കളർ കോമ്പിനേഷൻ എല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് കിഡ്സ് ബെഡ്റൂമാണ്. അതാണ് ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്തിരിക്കുന്നത്. കിഡ്സ് റൂമിൽ നിന്ന് നമുക്ക് ചെറിയൊരു വാട്ടർ വ്യൂവും കാര്യങ്ങളൊക്കെ, ആ ഒരു ബാക്ക് വാട്ടർ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ആ കിഡ്സ് റൂമിൻ്റെ ആ ഒരു ടോയ്ലറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ടോയ്ലറ്റ്സിൻ്റെയൊക്കെ ആ ഒരു കളർ തീം നോക്കിയാൽ കാണാം. ആ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് നമ്മൾ ആ ഒരു കളർ തീംസ് എല്ലാം ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. സോ ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത്. വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. ഓരോ കാര്യങ്ങൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ചുറ്റും അത്രയും സ്പേസ് ഉണ്ട്. കാരണം ഓൾമോസ്റ്റ് 4775 4785 സ്ക്വയർ ഫീറ്റൊക്കെയാണ് ഓരോ അപ്പാർട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ അത്രയും സ്പേഷ്യസ് ആണ് ഒരു അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം ഒരു വില്ലയുടെ ഒക്കെ അത്രയും സ്പേസ് വന്നു. ഈ ബെഡ്റൂമിന് നമുക്ക് ബാൽക്കണി വരുന്നുണ്ട്. സോ ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ക്രൗൺ പ്ലാസ. നമ്മുടെ തൊട്ടടുത്തുള്ളത് ക്രൗൺ പ്ലാസ ഹോട്ടലാണ്. നേരെ കാണുന്നതാണ് ലേ മെറിഡിയൻ. പിന്നെ ആ ഒരു കാണുന്നത് നമ്മുടെ തന്നെ ക്ലബ് ഹൗസും കാര്യങ്ങളാണ്. ഇതാണ് ആ ഒരു നമ്മുടെ ആ ഒരു റൂമിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു ഡ്രസ്സിങ് റൂം കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ടോയ്ലറ്റ് വരുന്നത്. സോ ഇതാണ് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറയുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ്. അപ്പോൾ നമുക്ക് 4 ബെഡ്റൂംസാണ് മോക്ക് അപ്പാർട്ട്മെൻറ്റിന് വരുന്നത്. 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമാണ്. എങ്ങനെ കൊടുത്തിരിക്കുന്ന ലൈറ്റ്സും എല്ലാം ഭയങ്കര ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര സ്പേഷ്യസ് ആണ് മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് അതിൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളും, അതിൻ്റെ ഒരു കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ ആ ഒരു ഹോട്ടലിലേക്കൊക്കെ കയറുന്ന പോലെയാണ്. അതിപ്പം ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, ഈ ഒരു പ്രോജക്റ്റ് മൊത്തത്തിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്കൊരു 5 സ്റ്റാർ ഹോട്ടലിൽ കയറുന്ന പോലെയാണ്. ഈവൺ അതിൻ്റെ ലോബി തൊട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഇതിനും നമുക്ക് ബാൽക്കണി വരുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു ബാൽക്കണി വ്യൂ ആണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഒരു മെയിൻ ബാൽക്കണി വരുന്നുണ്ട്. പിന്നെ ഈ 2 ബെഡ്റൂമുകൾക്കും നമുക്ക് ബാൽക്കണി വരുന്നുണ്ട്. പക്ഷെ ഇതാണ് അതിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ടോയ്ലറ്റാണ് ഈ കാണുന്നത് കേട്ടോ. ആ ഒരു രാജകീയമായിട്ടുള്ളൊരു ടോയ്ലറ്റാണ് അതിന് കൊടുത്തിരിക്കുന്ന. ആ ഒരു കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. സോ ഇതാണ് നമുക്ക് ആ ഒരു മോക്ക് അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഓവറോൾ ഒരു വ്യൂ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോയത്. അതുകൊണ്ടാണ് ഞാൻ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരുപാട് പോകാത്തത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തൊക്കെയാണ് ഐറ്റംസ്, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ അതൊന്ന് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. താങ്ക് യു സോ മച്ച്.